മുന്നണി മാറ്റ അഭ്യൂഹങ്ങൾക്കിടെ അടിയന്തര സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം വിളിച്ചിരിക്കുന്നു. കേരള കോൺഗ്രസ് എം 16-ാം തീയതിയാണ് യോഗം. മുന്നണി മാറ്റം ചർച്ചയാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സഭയിൽ നിന്ന് മുന്നണി മാറ്റത്തിന് കടുത്ത സമ്മർദ്ദമുണ്ട് എന്നുള്ള വിവരം കൂടി വരുന്നു. ഒരു വിഭാഗം നേതാക്കൾ മുന്നണി വിടണമെന്ന ആവശ്യം ഉന്നയിച്ചതായും സൂചനയുണ്ട്. അഖിലാണ് വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേരുന്നത്. അഖിൽ, മുന്നണി മാറ്റത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം ജോസ് കെ മാണി പറഞ്ഞത് LDF-ൽ ഉറച്ചു നിൽക്കും എന്നതാണ്. ഇതിലിപ്പോൾ ഒരു ജാഥയുടെ ക്യാപ്റ്റനായി തന്നെ ജോസ് കെ മാണിയെ നിശ്ചയിച്ചിരിക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഈ ചർച്ചകൾ സജീവമാകുന്നത്. അടിയന്തര സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം വിളിച്ചിരിക്കുന്നു. മാത്രമല്ല, സഭയുടെ ഒരു സമ്മർദ്ദം ഉണ്ടോ കേരള കോൺഗ്രസിന്? വിനീത, തീർച്ചയായും സഭയുടെ സീറോ മലബാർ സഭയുടെ ഒരു കടുത്ത സമ്മർദ്ദം വിഷയത്തിലുണ്ട്. അതായത് LDF-ൽ നിന്നും വിട്ട UDF-ലേക്ക് എത്ര വന്ന സമ്മർദ്ദം ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം, കഴിഞ്ഞ ഏറ്റവും അവസാനം ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്ക് ശേഷമുള്ള LDF-ന്റെ പൊതുയോഗം, അതിലൊരു പ്രതിനിധി പോലും പങ്കെടുത്തിരുന്നത് നേരത്തെ അറിയിച്ച കാര്യമാണ്. ചില അസൗകര്യം കൊണ്ട് പങ്കെടുക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പറയെങ്കിൽ പോലും അത്തരമൊരു സാഹചര്യം പോലും നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ എന്തായാലും അടിയന്തര സ്റ്റിയറിംഗ് കമ്മിറ്റി ഈ മാസം 16-ാം തീയതിയാണ് അടിയന്തര സ്റ്റിയറിംഗ് കമ്മിറ്റി കോട്ടയത്ത് വെച്ച് ചേരാൻ പാർട്ടി അംഗങ്ങൾക്കൊക്കെ തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ തെരഞ്ഞെടുപ്പ് മറ്റു ബന്ധപ്പെട്ട വിവരങ്ങളുമാണ് സംസാരിക്കുമെന്ന് പറയുമ്പോൾ പോലും ഈ മുന്നണി മാറ്റ വിഷയങ്ങളടക്കം ചർച്ചയാകുമെന്ന സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച ചില അനൌദ്യോഗിക ചർച്ചകളൊക്കെ അന്തർധാരയിൽ ഉണ്ട് എന്ന വിവരം കൂടി ലഭിക്കുകയും ചെയ്യുന്നു. എന്തായാലും മുൻപ് മുന്നണി മാറ്റം ഉണ്ടാകുമോ എന്നത് തന്നെയാണ് ആകാംക്ഷ. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനം ഉണ്ടാകുമോ എന്നറിയണം. പക്ഷേ നിലവിൽ ജോസ് കെ മാണി പറയുന്നതും പ്രതികരിക്കുന്നതും എല്ലാം LDF-ൽ തുടരുമെന്നതാണ്. മറുഭാഗത്ത് ഒരു വിഭാഗം പാർട്ടിയിലെ തന്നെയുള്ളവർ സഭ ഒക്കെ തന്നെ സമ്മർദ്ദം ശക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. തീരുമാനം മാറ്റുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം.